ഞാൻ ചോദിച്ചു വാങ്ങിച്ച 2 മിനിറ്റാണ്. സി രാധാകൃഷ്ണൻ മാസ്റ്റർ ദീർഘകാലമായിട്ട് എനിക്കറിയാം. നോവലിസ്റ്റ് എന്ന രൂപത്തിൽ ആണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം ശാസ്ത്രകാരനാണ്, ശാസ്ത്ര രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. വലിയ ഉന്നതമായ സ്ഥാനത്ത് ഉണ്ടായിരുന്ന ജോലി രാജിവെച്ച് എഴുത്തരായിട്ട് പുറത്തിറങ്ങിയ ആളാണ്. ഇതെല്ലാം എനിക്കറിയാം, എല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് മാതൃഭൂമിയിലെ അകത്തെ ഫുൾ പേജുകൾ വായിച്ചപ്പോൾ വളരെ വിശദമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. വാസ്തവത്തിൽ വലിയൊരു ബോംബിടലാണ് നടത്തിയത് രാധാകൃഷ്ണൻ മാസ്റ്റർ. കാരണം നമ്മുടെ ഇന്ന് വരെയുള്ള പ്രപഞ്ച രഹസ്യങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ മുഴുവൻ ഇളക്കി മറിക്കുന്ന, ഇതെല്ലാം തകിടം മറിക്കുന്ന രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളാണ്. അതായത് ശൂന്യതയിൽ നിന്ന് ജീവജാലങ്ങളെല്ലാം പുറപ്പെട്ട് ഒരു പരിധി എത്തിക്കഴിയുമ്പോൾ അവ ജീവത്തായി മാറി മരണം കൊണ്ട് വീണ്ടും ശൂന്യതയിലേക്ക് പോകുന്നുണ്ട്. ഈ ഉപനിഷത്തുകളില് അത് എഴുതിയ ആളുകള്, സിദ്ധന്മാരായ യോഗികള് എഴുതിയിരിക്കുന്നത് ഈശ്വരനെ അന്വേഷിച്ചിട്ട് പുറപ്പെട്ടിട്ട് ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഇതാണ് ഈശ്വരൻ, നേരി ഇതല്ല, അടുത്തത് നോക്കിയിട്ട് നേരി ഇതല്ല, ഇവിടെയുമല്ല അവിടെയുമല്ല, ഇവിടെ ഈശ്വരൻ. നിരീശ്വരമാണെന്നല്ല ഈ പറയുന്നത്. അപ്പോ ഈശ്വരനെ കണ്ടുപിടിക്കാനുള്ള ഒരു യാത്രയാണ് ഉപനിഷത്തുകൾക്ക് വായിച്ച് കിട്ടുന്നതാണ്. എന്റെ പരിമിതമായ അറിവുകൊണ്ട് എനിക്ക് മനസ്സിലായതാണ്. ഇത് ഈ രാധാകൃഷ്ണൻ മാഷ് ഒരു സവ്യസാചിയാണെന്ന് ഞാൻ പറയുകയാണ്. അങ്ങനെയാണ് സത്യം. കാരണം 2 കൈ കൊണ്ടും അമ്പ ചെയ്യുന്ന ആളെയാണ് മഹാഭാരതത്തിലെ അർജുനനെ സവ്യസാചി എന്ന് വിളിക്കുന്നത്. വേറെ ആരും വിളിക്കുന്നില്ല. മഹാഭാരതത്തില് അർജുനനെ വ്യാസഭഗവാൻ അവതരിപ്പിക്കുന്നത് സവ്യസാചി, 2 കൈ കൊണ്ട് അമ്പയർ ചെയ്യുന്നതാണ്. ശാസ്ത്രവും സാഹിത്യവും വാസ്തവത്തിൽ വിജ്ഞാനത്തിൽ 2 ശാഖകളാണ്. 2 കൈയായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇത് 2 ഏകോപിപ്പിച്ച് 2 കൈവശമാക്കി കൊണ്ടുപോകാൻ സാധിക്കുന്ന അസാധാരണന്മാരായ ആളുകളെ ഉള്ളൂ. ഇപ്പൊ ഡോക്ടർ കെ ബഷീർ നായർ ശാസ്ത്രം പഠിപ്പിച്ച ആൾ ജീവിതകാലം കൊണ്ട്, ഡയറക്ടർ കൃഷ്ണനായ അദ്ദേഹം നല്ല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, നല്ല ഭാഷയൊക്കെയുണ്ട്. പക്ഷെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. എത്രയോ മൊത്തം ഭാഷ അറിയാവുന്ന ആളായിരുന്നു അദ്ദേഹം. ശാസ്ത്രീയ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ മഹാരാജ് കോളേജിൽ പഠിച്ചുകൊണ്ട് എനിക്കറിയാം, ഫിസിക്സ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ കൊട്ടും പാറ്റും ടൈയും ഓവർകോട്ടും ഒക്കെ ഇട്ട് മാഷന്മാർ നടക്കുന്നത് കണ്ടാൽ അവർ വലിയ ശാസ്ത്രകാരന്മാരെ എന്തോ കണ്ടുപിടിച്ചെന്നുള്ള രീതിയിലാണ്. ഞാൻ അന്നൊക്കെ മാഷന്മാർക്ക് അടുത്ത് പെരുമാറാൻ പേടിയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് പഠിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഒരു മാഷിന്റെ ഗവൺമെന്റ് ഞാൻ ചോദിച്ചു, സാർ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ട്? അപ്പൊ അദ്ദേഹം ഉണ്ട്, ഹൈഡ്രജൻ ഒരു സീക്രട്ട് ഹൈഡ്രജൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ അത് ഈ സിങ്ക് ഈ ഭാഷ കണ്ടുപിടിച്ചാല, ഹൈഡ്രജൻ ഈ ഭാഷ കണ്ടുപിടിച്ചാൽ എന്തെങ്കിലും കണ്ടുപിടിക്കുന്ന ആളാണ് ശാസ്ത്രജ്ഞൻ. വാസ്തവത്തിൽ നോബൽ സമ്മാനാർഹനായ ഒരാളായി ഇരിക്കുന്നത്. ഈശ്വരൻ സജീവനാണെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം അർഹനാണ്. കിട്ടുമെന്ന് ഞാൻ കിട്ടുമെന്നാണ് നോബൽ സമ്മാനത്തിന് അർഹനാണ്. പക്ഷെ നമ്മുടെ ഈ കേരളത്തില് ഒരാൾ എത്ര കഴിവുള്ളവനാണെങ്കിലും അവനെ ആ ആളെ പ്രൊജക്ട് ചെയ്ത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ഒരു സംവിധാനവുമില്ല. മാതൃഭൂമി ആ ലേഖനം എഴുതിയത് എനിക്ക് വളരെ സന്തോഷം തോന്നി. അർഹതയുള്ള ഒരാളെ അംഗീകരിക്കാൻ, അത് ലോകത്തെ മുഴുവൻ അറിയിക്കാനായിട്ട് തയ്യാറായല്ലോ. അതിനുള്ള സന്തോഷം കൊണ്ട്, അഭിനന്ദനം കൊണ്ട് അത് അറിയിക്കാനാണ് ഞാൻ ഇവിടെ 2 വാക്ക് വേണം കൂടി ചോദിച്ച് വാങ്ങിച്ചത്. അദ്ദേഹത്തിന്റെ നോവലുകള് ഞാൻ വായിച്ചത് 1965 മഹാരാജ് കോളേജിൽ പഠിക്കുമ്പോഴാണ്. ആദ്യത്തെ നിഴൽപ്പാടുകൾ ചെറിയ പുസ്തകമാണ്, ചെറിയ നോവൽ. പക്ഷെ ഇത് മനോഹരമാണെന്നറിയാമോ? അരിജസ് വന്ദനികൾ, നന്ദി, മുമ്പേ പറക്കുന്ന പക്ഷികൾ, തേക്കൽ കടഞ്ഞ തിരുമധുരം, ഇങ്ങനെയുള്ള വളരെ അധികം പ്രാഗൽഭ്യം നേടിയ എഴുത്തുകാർക്ക് മാത്രം സാധിക്കുന്ന രീതിയിലുള്ള മനോഹരങ്ങളായ ദാർശനിക തലമുള്ള നോവലുകൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. മലയാള നോവൽ സാഹിത്യത്തിന്റെ നിലയിൽ തന്നെ മുൻനിരയിൽ വെക്കാവുന്ന പുസ്തകങ്ങളാണ്. അങ്ങനെയുള്ള ഒരു വലിയ ആളെയാണ് നമുക്ക് ഈ ചെറിയ വായനശാലയുടെ നമ്മൾ ചെറിയ ആളുകൾ സന്നിധിയിൽ കിട്ടിയിരിക്കുന്നത്. നമ്മളിന്ന് വളരെയധികം ആരാധ്യരായി തീർന്നിരിക്കുകയാണ്. നമ്മളെ ആരാധ്യരായി തീർന്നിരിക്കുന്നത്
നമ്മളെ ബഹുമാനിതരായി തന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാഗ്യങ്ങളും നേരുന്നു. ഏകദേശം അദ്ദേഹത്തിന് ദീർഘായുസും ആരോഗ്യവും ഐശ്വര്യവും ഇനിയും അനേകം കണ്ടുപിടുത്തങ്ങൾക്ക് ഉള്ള അവസരങ്ങളൊക്കെ ലോകമെന്ന് അറിയുന്ന ശാസ്ത്രകാരെന്ന് അഭിനന്ദിച്ചുകൊണ്ട് ഞാനത് കണ്ടുപിടിക്കുന്നു. അടുത്തത് സ്നേഹമില്ലായിരുന്നെങ്കിൽ ഞാൻ 1 മണിക്കൂർ പ്രസംഗിക്കുകയായിരുന്നു. അതുകൊണ്ട് 10 മിനിറ്റിന് ഞാൻ ചുരുക്കുകയാണ്. 10 മിനിറ്റ് അനുവദിക്കും തോന്നുന്നു. എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണിത്. കാരണം ഞാൻ തികച്ചും ആരാധിക്കുന്ന ആളുകൾ, ശ്രീരാധാകൃഷ്ണ സാറിനെ പോലുള്ള ആളുകൾ എൻ്റെ ഒരു അനുഭവത്തിന് സമ്മേളനം പറ്റുക എന്ന് പറയുന്നത് എനിക്കൊരു വലിയ വലിയ പ്രശംസ തന്നെയാണ്. അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ അദ്ദേഹം വരാൻ പറഞ്ഞു. എനിക്ക് അത്ഭുതമാണ് അദ്ദേഹം വന്നതിന്. കാരണം വളരെ തിരക്കുള്ള ആളാണ് അദ്ദേഹം. സാഹിത്യരംഗത്ത് തലയുയർത്തി നിൽക്കുന്ന വളരെ കൊടുപടി കേൾക്കുന്ന ആളാണ്. അങ്ങനെ ഒരാൾ വന്നതുള്ളത് പ്രായം കൊണ്ടും പക്വത കൊണ്ടും എല്ലാം എല്ലാവരെയും കടത്തി വെട്ടിയ ചമ്പരൻ ചാക്കോ സാറ് വൈകിയാണെങ്കിൽ വ്യക്തി, അത് വലിയൊരു കാര്യമാണ്. അദ്ദേഹം ഇടയ്ക്ക് ഒന്ന് പഠിക്കാൻ കുഴപ്പമാൻ നോക്കി, പക്ഷെ വരേണ്ടതായിട്ട് വന്നു. അദ്ദേഹം വ്യക്തി സന്തോഷം. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച വലിയ ശക്തി KL മഹർവർമ്മ തമ്പുരാനാണ്. ഞാൻ അദ്ദേഹത്തെ തമ്പുരാനെന്ന് ചേർത്ത് വിളിക്കാറുള്ളൂ. കാരണം രാജകീയ അധികാരം ഉണ്ടായിരുന്ന കാലമായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു യുവരാജാവായിട്ട് ഇരിക്കേണ്ട ആളാണ്. അപ്പൊ നമ്മൾ ദൈവം കൊടുത്തത് നമ്മൾ കളയാൻ പാടില്ല. ഞാനായിട്ട് അടുത്ത് വെട്ടിക്കളഞ്ഞിട്ട് ചിലര് വർമ്മജി വർമ്മ ജി എന്നൊക്കെ വിളിക്കാൻ തെറ്റാണത്. അങ്ങനെ അല്ല വിളിക്കാൻ. അവർക്ക് അർഹിക്കുന്ന അവരർഹിക്കുന്നത് അവർക്ക് കൊടുക്കണം. പിന്നെ ഈ S രമേശൻ നായർ സാറെന്ന് പറഞ്ഞാൽ ഈ മുങ്ങിപ്പോയ ഈ സംഘടനയെ പൊക്കിക്കൊണ്ടുവന്ന ആളാണ്. അദ്ദേഹം ഇത്രയും ശാന്തനും സമാധാനപ്രിയനും വലിയ ഒരു പരമസാത്വികനുമായിട്ടുള്ള ഒരാള് അദ്ദേഹമാണ് നിൽക്കുന്നത്. ഇപ്പൊ തമ്പുരാന്റെ കയ്യിലാണ്. തമ്പുരാൻ ഇത് അടിച്ച് വിട്ട് ബോൾ അടിക്കുന്ന പോലെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും എന്നെ പറ്റി പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. ഇനി TMA ബ്രാദർ ഞാൻ നന്ദി പറഞ്ഞ പോകുന്ന വഴിക്ക് എന്നെ പിടിച്ചു തല്ലും. കാരണം എൻ്റെ ഒരു സഹോദരൻ തന്നെയാണ്. ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളത്. അതായത് ഒരു അന്യ ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. TM എബ്രഹാം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിന് അറിയാമത്. ഇനി വലിയ നിങ്ങള് യഥാർത്ഥത്തിലുള്ള പ്രസംഗം കേട്ടില്ല. നമ്മുടെ MK ഹരികുമാറിന്റെ പ്രസംഗം തീപ്പരിയായിരിക്കുന്നത്. ഞാൻ പേടിച്ചാ വിളിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗം ഒത്തിരി സ്ഥലത്ത് ഞാൻ കേട്ടു. ബോംബിടലാണ്. എത്ര വലിയ സാഹിത്യകാരനാണെങ്കിൽ അവൻ തല കുനിച്ചു പോകും. അപ്പൊ ഇദ്ദേഹം ഇന്ന് വളരെ പക്വപതിയായിട്ട് വളരെ വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. നിരൂപകന്മാരുടെ കൂടെ തലയെടുപ്പുള്ള ഒരാളായിട്ട് കൊടുപിടി കയറി നിൽക്കേണ്ടവനാണ്. ഈ ഹരികുമാറിവിടെ വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിച്ചു. അദ്ദേഹം വന്നു. സാധാരണ പലയിടത്തും വിളിച്ചാൽ പുള്ളി പോകാറില്ല. കാരണം അദ്ദേഹത്തിന് തോന്നല് പറയും, പലർക്കും ഇഷ്ടപ്പെടില്ല. ഇപ്പം മഹത്തടിച്ച് പറയുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ കോറപ്പിസ്കോപ്പ അച്ഛൻ, അദ്ദേഹം എന്താ തിരിക്കറിയില്ല, എന്തോ ഒരു വലിയ ബന്ധമുണ്ട്. അതായത് എന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കുമ്പോൾ അച്ഛൻ കഷ്ടപ്പെട്ട് വന്നു. അച്ഛൻ എത്ര വയസ്സുണ്ടെന്ന് അറിയാം. കഷ്ടപ്പെട്ട് പാടുപെട്ട് ഇവിടെ വന്നതിന് അച്ഛന്റെ കാലാണ് തൊട്ട് നമസ്കരിക്കേണ്ടത്. അദ്ദേഹം നല്ല വാക്ക് പറഞ്ഞത്. ഇവർക്ക് എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. അല്ലെങ്കിൽ വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് കവിതയെ കുറിച്ച് പറഞ്ഞാലുള്ളതെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ കവിതയെ കുറിച്ചല്ല, കവിതയെ കുറിച്ച് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. JV പ്രീസ്ലി എന്ന് പറയുന്ന ഗ്രന്ഥകാരൻ കാലവും കോൺവേ കുടുംബവും എന്ന പേരുള്ള കൃതിയില് അതിലെ 1-ാം അധ്യായം എഴുതി കഴിഞ്ഞ് 2-ാം അധ്യായം എഴുതി തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട ഒരു കാര്യം ആ കൃതിയുടെ മുഖവരിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കൃതിയുടെ 2-ാമത്തെ അംഗം എഴുതാൻ പേന കയ്യിലെടുത്തപ്പോൾ എന്റെ കയ്യിൽ ആരോ കടന്നു പിടിച്ചു. പിന്നെ ആ കൃതി പൂർത്തീകരിച്ച ആ ശക്തിയാണ്, ഞാനല്ല. അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇത് ആത്യന്തികമായ സത്യം ഇതാണ്. ഇപ്പൊ ഇവിടെ എല്ലാവരും എന്നോട് സ്നേഹമുള്ളവരും എന്നെ ഇഷ്ടപ്പെടുന്നവരും
എല്ലാവരും അവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രസംഗിക്കാത്തവരും ഒക്കെ അതെ. പക്ഷേ അവരൊക്കെ പറഞ്ഞ വാക്കുകൾ എല്ലാം ഞാൻ എൻ്റെ ആയിട്ട് എടുത്തില്ല. എല്ലാം ഉടയമ്പുരാനാണ് പോകുന്നത്. അദ്ദേഹമാണ് ഇതിന്റെ ശില്പി, ആള്, ഉടമസ്ഥൻ അദ്ദേഹമാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പലതും എഴുതാൻ ഭാവിക്കുമ്പോ എന്റെ കയ്യിൽ കടന്നു പിടിച്ചൊന്നും ഞാൻ പറയില്ല. കാരണം ഞാൻ അത്ര വലിയ സിദ്ധനൊന്നുമല്ല, ഒരു സാധാരണ മനുഷ്യനാണ്. അങ്ങനെയല്ല എഴുതേണ്ടത്, ഇങ്ങനെയാ എഴുതേണ്ടത് എന്റെ മനസ്സിലിരുന്ന് ആരോ ഒരാൾ പറഞ്ഞിട്ട് ഞാനത് എഴുതിയത് വെട്ടിക്കളഞ്ഞിട്ട് വേറെ എഴുതിയിട്ടുണ്ട്. തന്നെയല്ല, എഴുതുമ്പോ എപ്പോഴും സർവശക്തനായ ദൈവത്തെ കുറിച്ച് ഒരു ലൈനെങ്കിലും ഏത് കവിതയിൽ വരും. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അത് ചിലപ്പോൾ ഒരു ദൗർബല്യമായിട്ട് ഒരാൾ എന്റെ പുസ്തകത്തിന് അവകാശിപ്പോ ഇത് ഒരു ദൗർബല്യമായിട്ട് എടുക്കാവുന്നു ആണല്ലോ. എപ്പോഴും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവന്റെ ദൗർബല്യമാണ്. അവന് ഭയങ്കര തഞ്ചടം ഉണ്ടെങ്കിൽ അവനെപ്പോഴും പോകും. ദൗർബല്യമാണ്. ഈ ദൗർബല്യമുള്ള ആളുകളാണ് നമ്മുടെ രാജ്യത്ത് വേണ്ടത്. ഈ ദൗർബല്യമുള്ളവരാണ് സമൂഹത്തിന് തകരാറ് വരുത്താത്തവർ, സമൂഹത്തിന് യാതൊരു ദോഷം ചെയ്യാത്തവർ. ഇപ്പൊ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നവരിൽ AK പുരുഷേരി എന്റെ മൂത്ത ജ്യേഷ്ഠനാണ്. ഞാൻ അതുപോലെ സ്നേഹിക്കുന്ന ആളാണ്. അങ്ങോട്ട് ഇങ്ങോട്ട് സ്നേഹിച്ചില്ല എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അദ്ദേഹമാണ് എന്റെ ഷഷ്ടിപൂർത്തി ആ ഒഴിക്കായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിയിടുന്ന ആള്. ആ ഇരിക്കുന്ന ബ്രഹ്മോദരൻ മാധവൻ വേറൊരു ജ്യേഷ്ഠനാണ്. എത്ര കാലത്ത് ബന്ധമെന്നറിയും. എന്തൊരു ഇവിടെ എന്നെ കുറിച്ച് പറഞ്ഞത് മുഴുവൻ ഇദ്ദേഹത്തിലാണ് ചേരുന്നത്, എന്നൊക്കെയല്ല ചേരുന്നത്. ഇത്രയും നല്ലൊരു മനുഷ്യൻ, സംസ്കൃത പണ്ഡിതനാണ്. സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂൾ അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടതിനു ശേഷം സ്നേഹമാണ് മനുഷ്യൻ മുഴുവൻ. തലയിൽ 5-8 രോമങ്ങൾ പോയത് ഒഴിച്ച് ബാക്കി മുഴുവൻ സ്നേഹമാണ്. അത്ര നിർമ്മലനായ ശ്രേഷ്ഠനായ ഒരു മനുഷ്യനാണ്. ഈ ഇരിക്കുന്ന BA സാറ് എന്റെ മകളുടെയും ഗുരുനാഥനാണ്. അദ്ദേഹം ഈ സ്റ്റേജിൽ കയറി ഇരിക്കേണ്ട ആളായിരുന്നു. പക്ഷേ സന്ദർഭം കൊണ്ട് ഇതെല്ലാം അങ്ങനെ അറേഞ്ച് ചെയ്ത് വന്നപ്പോ ശരിയായില്ല. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു പ്രിയപ്പെട്ട ബഹുമാന്യനായ എന്റെ അയൽക്കാരൻ എപ്പോഴും പറയുന്ന ഒരച്ഛൻ വന്നിട്ടുണ്ട്, KP ബേബി കോർപ്പിസ്കോപ്പൻ. അദ്ദേഹം എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളാണ്. ഞാൻ ഫോണിൽ വിളിച്ച് എനിക്ക് അങ്ങനെ ഇരുന്ന സത്യമൂർത്തിക്ക് വിളിച്ചില്ല, അതിലുള്ള ഒരു സങ്കടവും കൂടി വെച്ചുകൊണ്ടാണ് ഞാൻ വിളിച്ച. അച്ഛൻ വരണം. അദ്ദേഹം വളരെ ഇത് കഴിഞ്ഞ് ഇപ്പൊ ചെറായി പള്ളിയിലെ വികാരിയാ, വലിയ പ്രശസ്തമായ ചെറായി പള്ളിയിലെ വികാരിയാണ് അച്ഛൻ. അച്ഛൻ ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കും, പക്ഷെ കൊണ്ട് കഴിക്കാൻ പോകാൻ പറ്റില്ല. ആ അച്ഛൻ വന്ന് ഇവരൊക്കെ നമുക്ക് ഇവിടെ വേണ്ടപ്പെട്ട CP വള്ളിപ്പുറത്തോട് എനിക്ക് വേറെ കടപ്പാടുണ്ട്. 1969 ഞാനത് കുറച്ചൊക്കെ ഈ ക്രിസ്ത്യൻ മാസികകളൊക്കെ കവിത അത്ര നല്ല കവിതയൊന്നുമല്ല. കവിത തല്ലാന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് കവിത അറിയാണ്ടിരിക്കണം. കാരണം ഞാൻ 30 കൊല്ലം കവിത പഠിപ്പിച്ച ആളാണ് കോളേജിൽ. ഈ കവിത എടുത്തിട്ട് ഇത് ശരിക്ക് ഈ വക സ്നേഹമൊന്നും അങ്ങനെയില്ല. പിള്ളേര് പറയും ഇത് പൊട്ട കവിതയാണ്, ഇത് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചോട്ടോ, പരീക്ഷയ്ക്ക് നല്ലതെന്ന് എഴുതാവണം, അല്ലെങ്കിൽ തോറ്റു പോകും. അപ്പൊ ഇതാണ്. പക്ഷെ ഇത് നിങ്ങൾ മറ്റുള്ളവരുടെ കവിത മോശമാണെന്ന് പറയാൻ നമുക്ക് നല്ല പിടുക്കാം. നമ്മുടെ കവിത മോശമാണെന്ന് അറിയാൻ പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. നമ്മുടെ കവിത നല്ലതല്ലാത്ത ഈ സന്താന വാത്സല്യം പോലെയാണ്. അപ്പോ CP വള്ളിപ്പുറം ആ കാലത്ത് കുടുംബദീപത്തിൽ ഒരു പരമ്പര എഴുതി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ആരുമല്ല. അത് എവിടെ സമ്പാദിച്ചിട്ട് കുടുംബദീപത്തിന്റെ ചീഫ് എഡിറ്ററായിരുന്ന അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്, ഫാദർ ചെറിയ കുര്യത്തോടത്ത്. എന്റെ സഹോദരന്മാരിൽ ആരും പുരോഹിതന്മാരില്ല. വലിയ പുരോഹിതന്മാരുണ്ടായിരുന്ന കുടുംബമായിരുന്നു. പക്ഷേ എന്റെ അനുജനായിട്ടൊരു പുരോഹിതൻ ഉണ്ടെന്ന് ഞാൻ പറയുന്നത് ചെറിയ കുര്യത്തോടത്ത് അച്ഛനെയാണ്. എത്രമാത്രം എന്നെ സഹായിച്ചിട്ടുണ്ടെന്നറിയാം. അദ്ദേഹം പ്രസിദ്ധീകരിച്ച പുസ്തകം ഇന്ന് വലിയ തടിച്ച പുസ്തകം 2 കിലോമീറ്റർ ഉണ്ട്. ഞാൻ ആവശ്യപ്പെട്ടത് അദ്ദേഹം സാറ് വായിക്കുന്നു, സാറിന് തരികയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്നേഹം, ഈ സ്നേഹത്തിനൊക്കെ പകരം വെക്കാനൊന്നുമില്ല. ഞാൻ വളരെ സ്നേഹിക്കുന്ന ശശീന്ദ്രന്റെ ഇവിടെ ഇരിപ്പുണ്ട്. ശശീന്ദ്രൻ നോക്കുന്നത് എന്നെ എന്താ പറഞ്ഞത്, വളരെ സ്നേഹമുള്ള ആളാണ്. നമ്മുടെ ഈ മുരളീധരൻ മാഷ് ഒരു സ്കൂളിന്റെ മാനേജറായിരുന്ന ആളാണ്. എന്റെ മകളുടെ സ്കൂളിലെ മാനേജറായിരുന്നു. ഇപ്പൊ അദ്ദേഹം റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ആയിട്ട് എക്സ് മാനേജറായിട്ട് ഇരിക്കുക. ഇനിയും അദ്ദേഹം മാനേജറാവും. അപ്പൊ അങ്ങനെയുള്ള അനേകം ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ പ്രശസ്ത കവിയായ ചന്ദ്രൂദീപ് അങ്ങനെ ഇഷ്ടം പോലെ. ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണോട്ടോ. എല്ലാവരുടെയും പേര് പറഞ്ഞ് ഈ സമയത്ത് നിങ്ങളുടെ മുഖം മുടക്കാൻ ഞാൻ ശ്രമിച്ചാൽ അതെനിക്ക് അപരാധമാണ്. അപ്പോ
ഏതായാലും ഈ ചടങ്ങ് സംഘടിപ്പിച്ച ഇതിന്റെ കേരള സാഹിത്യ മണ്ഡലത്തിന്റെ ഭാരവാഹികളെ ഇതിൽ വന്ന് ഈ പാവപ്പെട്ട എന്നെ ആദരിക്കുന്നത് കാണാൻ സമയം വെറുതെ കളയാൻ ഇല്ലല്ലോ ഇന്നത്തെ കാലത്ത്. അതിന് ഒരുങ്ങി വന്ന ആളുകളെ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു, നിങ്ങളെ ഞാൻ മറക്കില്ല. നിങ്ങൾ ചെയ്തത് വലിയ സേവനമാണ്. നിങ്ങളെ ഞാൻ പ്രത്യേകം സ്നേഹിക്കുന്നു, അഭിനന്ദിക്കുന്നു, ആദരിക്കുന്നു. കൂടുതൽ ഞാൻ പറഞ്ഞ് ശല്യപ്പെടുത്തേണ്ട കാര്യമില്ല. എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ബാക്കി സാഹിത്യത്തെ കുറിച്ചുള്ളതൊക്കെ പിന്നീട് ഒരിക്കലാണ്. എല്ലാവർക്കും നമസ്കാരം.